ഹായ്, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാറ്റഗറി നമ്പർ 172/2025 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്ന പോസ്റ്റിലേക്കുള്ളത്. ആദ്യത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണന രീതി തിരഞ്ഞെടുക്കുക. 1. പാരീസിലെ ബാസ്റ്റൽ കോട്ടയുടെ പതനം. 2. ബോസ്റ്റൽ ടീ പാർട്ടി സംഭവം. 3. ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനം. അപ്പോൾ 3 സംഭവങ്ങൾ തന്നിട്ടുണ്ട്. അതിൻ്റെ കാലഗണന രീതി തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആൻസറാണ് ഓപ്ഷൻ എ 2, 1, 3. അപ്പോൾ ആദ്യം നടന്ന സംഭവമാണ് ബോസ്റ്റൺ ടീ പാർട്ടി. അതേത് വർഷം? 1773 ബോസ്റ്റൺ ടീ പാർട്ടി നടന്നത്. ശേഷം ഒന്നാമത്തെ സംഭവമായിരുന്നു പാരീസിലെ ബാസ്റ്റൽ കോട്ടയുടെ പതനം. അപ്പോൾ ബാസ്റ്റൽ കോട്ടയുടെ പതനം വരുന്നത് 1789 ജൂലൈ 14. അതിനുശേഷമാണ് ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനം വരുന്നത് 1789 ഓഗസ്റ്റ് 12. അപ്പോൾ ബാസ്റ്റൽ കോട്ടയുടെ പതനവും ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനവും സെയിം വർഷമാണ് നടന്നത്. ഡേറ്റിൽ മാത്രമാണ് വ്യത്യാസപ്പെട്ടിട്ടുള്ളത്. അടുത്ത ചോദ്യം, ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളിൽ ഡച്ചുകാരുമായി ബന്ധപ്പെട്ടത് ഏതാണ്? ഓപ്ഷൻ എ ഉദയംപേരൂർ സുനഹദോസ്. ഓപ്ഷൻ ബി ആറ്റിങ്ങൽ കലാപം. ഓപ്ഷൻ സി കുറിച്യ കലാപം. ഓപ്ഷൻ ഡി കുളച്ചൽ യുദ്ധം. അപ്പോൾ ഡച്ചുകാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഭവമാണ് ഓപ്ഷൻ ഡി കുളച്ചൽ യുദ്ധം. അപ്പോൾ കുളച്ചൽ യുദ്ധം നടന്ന വർഷം 1741 ഓഗസ്റ്റ് 10 കുളച്ചൽ യുദ്ധം നടന്നത്. ആരൊക്കെ തമ്മിലായിരുന്നു? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. മാർത്താണ്ഡവർമ്മയാണ് ജയിച്ചത്. ഇനി ഇതിൽ ആറ്റിങ്ങൽ കലാപം എന്ന് പറയുന്നത് കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. 1721 ഏപ്രിൽ 15 ആറ്റിങ്ങൽ കലാപം നടന്നത്. ഇനി ഉദയംപേരൂർ സുനഹദോസ് 1599 കുറിച്യ കലാപം നടന്ന വർഷം 1812. അടുത്ത ചോദ്യം, പോളവാരം ജലസേചന പദ്ധതി നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിയിലാണ്? ഓപ്ഷൻ എ ഗോദാവരി, ബി കൃഷ്ണ, സി നർമ്മദ, ഡി മഹാനദി. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ഗോദാവരി. പോളവാരം ജലസേചന പദ്ധതി ഉള്ളത് ഗോദാവരി നദിയിലാണ്. അടുത്ത ചോദ്യം, ഗാസ യുദ്ധം സംബന്ധിച്ച് ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതാണ്? 1. ഗാസ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഉച്ചകോടി 2025 ഒക്ടോബർ 13 ഈജിപ്തിലെ ഷറം അൽ ഷൈഖിൽ നടന്നു. 2. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഈജിപ്തിലെ പ്രസിഡന്റ് അബ്ദേൽ ഫത്താഹ് അൽ സിസിയുമാണ് അധ്യക്ഷത വഹിച്ചത്. 3. പ്രസ്താവന, ബന്ദികളെ കൈമാറുന്നത് സംബന്ധിച്ച് ഉച്ചകോടി തീരുമാനം എടുത്തില്ല. അപ്പോൾ 3 പ്രസ്താവനകളാണ് തന്നിട്ടുള്ളത്. ഇതിൽ ഓപ്ഷൻ എ ഒന്നാമത്തേതും രണ്ടാമത്തേതും മാത്രം, ബി ഒന്നാമത്തേതും മൂന്നാമത്തേതും മാത്രം, സി രണ്ടാമത്തേതും മൂന്നാമത്തേതും മാത്രം, ഡി എല്ലാ പ്രസ്താവനകളും. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ഒന്നാമത്തേതും രണ്ടാമത്തേതും മാത്രം. അപ്പോൾ ഗാസ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഉച്ചകോടി നടന്നത് 2025 ഒക്ടോബർ 13 ഈജിപ്തിൽ വെച്ചിട്ടായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. അടുത്ത ചോദ്യം, ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ ഏതെല്ലാമാണ്? 1. ഹിതകാരിണി സമാജം വീരേശലിംഗം. സ്വാഭിമാന പ്രസ്ഥാനം EV രാമസ്വാമി നായ്ക്കർ. 3. ആര്യ സമാജം സ്വാമി വിവേകാനന്ദൻ. അപ്പം ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഹിതകാരിണി സമാജം വീരേശലിംഗം ശരിയായ പ്രസ്താവനയാണ്. സ്വാഭിമാന പ്രസ്ഥാനം EV രാമസ്വാമി നായ്ക്കർ തന്നെയാണ്. അപ്പോൾ ഇവിടെ ശരിയായത്
ഒന്നാമത്തേതും രണ്ടാമത്തേതും മാത്രം. അതായത് ഓപ്ഷൻ സി ആണ് ആൻസർ. ആര്യസമാജം ആരുടെയാണ്? ആര്യസമാജം സ്വാമി ദയാനന്ദ സരസ്വതിയുടെയാണ് ആര്യസമാജം. ഇനി അടുത്ത ചോദ്യം, ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏത്? 1. ചൗരി ചൗര സംഭവത്തെ തുടർന്നാണ് നിയമലംഘന സമരം പിൻവലിച്ചത്. 2. ചമ്പാരനിലെ സമരം നീലം കർഷകർക്ക് വേണ്ടിയായിരുന്നു. 3. ക്വിറ്റ് ഇന്ത്യ സമരത്തിന് തുടക്കം കുറിച്ചത് ഡൽഹിയിൽ വച്ചായിരുന്നു. ഓപ്ഷൻ എ ഒന്നാമത്തേതു മാത്രം, ഓപ്ഷൻ ബി ഒന്നാമത്തേതും മൂന്നാമത്തേതും മാത്രം, ഓപ്ഷൻ സി രണ്ടാമത്തേതും മൂന്നാമത്തേതും മാത്രം, ഓപ്ഷൻ ഡി രണ്ടാമത്തേത് മാത്രം. അപ്പോൾ ഇവിടെ ശരിയായത് ഓപ്ഷൻ ഡി ആണ്, രണ്ടാമത്തേത് മാത്രം. ചൗരി ചൗര സംഭവത്തെ തുടർന്ന് നിയമലംഘന സമരം പിൻവലിച്ചത് എന്നുള്ളത് തെറ്റായതാണ്. ചൗരി ചൗര സംഭവം നടന്ന വർഷം 1921. ഇനി ക്വിറ്റ് ഇന്ത്യ സമരത്തിന് തുടക്കം കുറിച്ചത് ബോംബെയിൽ വെച്ചിട്ടായിരുന്നു. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കുന്നതൊക്കെ ബോംബെയിലാണ്. ഇനി അടുത്ത ചോദ്യം, ഭൂമിയും ചന്ദ്രനും സൂര്യനും നേർരേഖയിൽ വരുമ്പോൾ രൂപപ്പെടുന്ന വേലി. എ വാവുവേലി, ബി സപ്തമി വേലി, സി വേലിയിറക്കം, ഡി മിശ്രിത വേലി. അപ്പം ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് വാവുവേലിയാണ്. ഭൂമിയും ചന്ദ്രനും സൂര്യനും നേർരേഖയിൽ വരുമ്പോൾ രൂപപ്പെടുന്ന വേലിയാണ് വാവുവേലി. അപ്പോൾ ഇതിൽ സപ്തമി വേലി എന്താണെന്ന് നോക്കാം. സൂര്യനും ചന്ദ്രനും ഭൂമിയെ 90 ഡിഗ്രി കോണീയ അകലങ്ങളിൽ നിന്ന് ആകർഷിക്കുമ്പോൾ ഉണ്ടാകുന്ന ദുർബലമായ വേലികളാണ് സപ്തമി വേലികൾ. ദുർബലമായ വേലികളാണ് സപ്തമി വേലി. അടുത്ത ചോദ്യം, ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? എ ആനമുടി, ബി ദോഡാബേട്ട, സി കാഞ്ചൻജംഗ, ഡി എവറസ്റ്റ്. അപ്പോൾ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. എത്രയാണ്? 2695 മീറ്റർ ആണ് ഉയരം. ഇനി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് എവറസ്റ്റ് എന്ന് പറയുന്നത്. ഇനി പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഉയരം കൂടിയ കൊടുമുടിയാണ് കാഞ്ചൻജംഗ. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഉയരം കൂടിയ കൊടുമുടിയാണ് കാഞ്ചൻജംഗ. അതുപോലെ തന്നെ തർക്കരഹിത ഇന്ത്യൻ പ്രദേശത്തെ കൊടുമുടിയാണ് കാഞ്ചൻജംഗ. അടുത്ത ചോദ്യം, ഗാദർ ഏത് മണ്ണിനത്തിൻ്റെ വകഭേദമാണ്? ഗാദർ ഏത് മണ്ണിനത്തിൻ്റെ വകഭേദമാണ്? എ കരിമണ്ണ്, ബി എക്കൽ മണ്ണ്, സി വനമണ്ണ്, ഡി ലവണമണ്ണ്. ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി എക്കൽ മണ്ണ്. ഓക്കെ. ഇനി അടുത്തത്, അന്തരീക്ഷ ആർദ്രത അളക്കുന്ന ഉപകരണം ഏത്? അന്തരീക്ഷ ആർദ്രത അളക്കുന്ന ഉപകരണം ഏത്? എ ഹൈഗ്രോമീറ്റർ, ബി അനിമോമീറ്റർ, സി വിൻഡ് വെയിൻ, ഡി തെർമോമീറ്റർ. ഇതിൻ്റെ ആൻസർ ഹൈഗ്രോമീറ്റർ ആണ്. അന്തരീക്ഷ ആർദ്രത അളക്കുന്ന ഉപകരണമാണ് ഹൈഗ്രോമീറ്റർ. അപ്പോൾ ബാക്കിയുള്ള ഉപകരണത്തിൻ്റെ സവിശേഷതകൾ കൂടി നോക്കാം. താപനില അളക്കുന്ന ഉപകരണമാണ് തെർമോമീറ്റർ. താപനില അളക്കുന്ന ഉപകരണം തെർമോമീറ്റർ. കാറ്റിൻ്റെ ദിശ അളക്കുന്ന ഉപകരണം വിൻഡ് വെയിൻ. കാറ്റിൻ്റെ വേഗത അളക്കുന്ന ഉപകരണം അനിമോമീറ്റർ. ഇനി അടുത്തത്, പകലത്തെ സൂര്യതാപമേറ്റ് പർവ്വതച്ചെരിവിലെ വായു വികസിച്ചുയരുന്നത് മൂലം താഴ്വരയിൽ നിന്ന് പർവ്വതമുകളിലേക്ക് കാറ്റ് വീശുന്നത് എങ്ങനെ അറിയപ്പെടുന്നു? എ പർവ്വതക്കാറ്റ്, ബി താഴ്വരക്കാറ്റ്, സി കടൽക്കാറ്റ്,
ഡി കരക്കാറ്റ്. ഉത്തരം ഓപ്ഷൻ ബി താഴ്വരക്കാറ്റ്. അപ്പോൾ പർവ്വതക്കാറ്റ് എന്താണെന്ന് നോക്കാം. രാത്രികാലങ്ങളിൽ പർവ്വത പ്രദേശങ്ങളിലെ തണുത്ത വായു താഴ്വാരത്തേക്ക് വീശുന്നതാണ് പർവ്വതക്കാറ്റ്. ഇനി 2025 വയലാർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആര്? എ ഇ സന്തോഷ് കുമാർ, ബി അശോകൻ ചെരുവിൽ, സി ബെന്യാമിൻ, ഡി സുഭാഷ് ചന്ദ്രൻ. 2025 വയലാർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ഓപ്ഷൻ എ ഇ സന്തോഷ് കുമാർ. അദ്ദേഹത്തിൻ്റെ കൃതി, ഏത് കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്? തപോമയുടെ അച്ഛൻ. 2025 വയലാർ സാഹിത്യ പുരസ്കാരം പഠിച്ചു. അതായത് 49ാമത്തെ വയലാർ അവാർഡ് പുരസ്കാരമായിരുന്നു. അപ്പോൾ 48ാമത്തെ വയലാർ അവാർഡ് ലഭിച്ചത് അശോകൻ ചെരുവിൽ. കൃതി ഏതാണ്? കാട്ടൂർ കടവ്. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രയും ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. താങ്ക് യു.